എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് അതുപോലെ തന്നെ ഓക്സിലറി നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അതായത് GNM കോഴ്സ് അതുപോലെ ANM കോഴ്സ് എന്നിവയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ടാണ് വിദ്യാർത്ഥികൾ അയച്ചു നൽകേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ dhs.kerala.gov.in എന്ന ആരോഗ്യ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് GNM കോഴ്സിന് നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 250 രൂപയാണ്. അതുപോലെ ANM കോഴ്സ് ആണെങ്കിൽ 200 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. അതുപോലെ SC/ST വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ് 75 രൂപ മാത്രമാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ടാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോമും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് ഈ ഒരു ആരോഗ്യവകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റ്. അപ്പോൾ dhs.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ dhs.kerala.gov.in/notification/ എന്ന ആ ഒരു URL നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അപേക്ഷാ ഫോം കറക്റ്റായിട്ട് വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ജനറൽ നഴ്സിംഗ് കോഴ്സിൻ്റെ വിജ്ഞാപനം, അതുപോലെ പ്രോസ്പെക്ടസ്, അപേക്ഷാ ഫോം എന്നിങ്ങനെ 3 കാണാൻ സാധിക്കും. അപ്പോൾ 3 സെപ്പറേറ്റ് ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ സംവരണം എന്തൊക്കെയാണ്, അതുപോലുള്ള മറ്റ് ഡീറ്റെയിൽസും, അതുപോലെ തന്നെ മിശ്ര വിവാഹിതരുടെ മക്കൾക്കുള്ള റിസർവേഷൻ എന്തൊക്കെയാണ് എന്നിങ്ങനെ ടോട്ടൽ എല്ലാവിധ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതുപോലെ ഏത് അഡ്രസ്സിലാണ് ഇത് അയച്ചു കൊടുക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് അപേക്ഷയോടൊപ്പം ഉൾക്കൊള്ളിക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസുകളും പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. അതുപോലെ കേരളത്തിൽ GNM കോഴ്സിന് ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് 485 സീറ്റാണ്. അതിൽ തൈക്കാടുള്ള SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നഴ്സിംഗ് സ്കൂളും ഉണ്ട്. അപ്പോൾ ആ ഒരു നഴ്സിംഗ് സ്കൂൾ ഒഴികെ വിദ്യാർത്ഥികൾക്ക് ബാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും ടോട്ടൽ 15 നഴ്സിംഗ് സ്കൂളുകളാണുള്ളത്. അപ്പോൾ SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള തൈക്കാടുള്ള ആ ഒരു ആശ്രമ മൈതാനത്തെ ആ ഒരു കോളേജിലെ നഴ്സിംഗ് സ്കൂളിലേക്കുള്ള അപേക്ഷ ഉൾപ്പെടെ ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 2 കോളേജിലേക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അത് നഴ്സിംഗ് സ്കൂളിലേക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ബാക്കിയുള്ളവർക്ക് ആകെ ഒരു നഴ്സിംഗ് സ്കൂളിലേക്ക് മാത്രമേ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷ നൽകാൻ സാധിക്കുള്ളൂ. ഒന്നിൽ കൂടുതൽ അപേക്ഷ ബാക്കിയുള്ളവർ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഏത് ഘട്ടത്തിൽ കണ്ടെത്തി കഴിഞ്ഞാലും റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. മുഴുവനായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ജില്ലയിലേക്ക് മാത്രമേ ഒരു വിദ്യാർത്ഥി അപേക്ഷ സമർപ്പിക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ ANM കോഴ്സ് ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള ANM കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് 120 സീറ്റാണുള്ളത്. അപ്പോൾ ആ ഒരു സീറ്റിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാക്സിമം വയസ്സ് നിങ്ങൾക്ക് 35 വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ANM കോഴ്സിന് നിങ്ങൾക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് +2 ജയിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇന്ന കോഴ്സ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയുന്നില്ല. അപേക്ഷാ ഫീസ് 200 പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഫീസായിട്ട് 75 രൂപ അടച്ചാൽ മതിയാകും. അതുപോലെ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷാ ഫീസ് ഏത് അഡ്രസ്സിലാണ് ഏത് ശീർഷകത്തിലാണ് ട്രഷറി അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം നൽകിയിട്ടുണ്ട്. SC/ST വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശ്രാമ മൈതാനത്തെ SC/ST നഴ്സിംഗ് സ്കൂളിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ മറ്റൊരു ജില്ലയിലേക്ക് കൂടി അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓരോ ജില്ലയിലേക്കുള്ള അപേക്ഷയോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ ജില്ലയിലേക്ക് സെപ്പറേറ്റ് ചലാൻ വഴി നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിൻ്റെ ആ ഒരു സ്ലിപ്പ് നിങ്ങൾ അയക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു 2 ജില്ലയിലേക്ക് സെപ്പറേറ്റായിട്ട് ഈ ഒരു ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിൽ നമ്പേഴ്സ് ഇതിൽ കൊടുത്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രോസ്പെക്ടസോ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പേഴ്സ് കിട്ടുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ആദ്യം തന്നെ ഈ ഒരു പ്രോസ്പെക്ടസൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ തയ്യാറാക്കി വയ്ക്കുക. ആ ഒരു ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി വെച്ച ശേഷം നിങ്ങൾക്ക് ഇവിടെ GNMൻ്റെയും അതുപോലെ തന്നെ ANMൻ്റെയും സെപ്പറേറ്റായിട്ട് അപേക്ഷാ ഫോം നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് രണ്ടും കാണാം, സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. ANM 4 കോളേജാണ് വരുന്നത്. GNM ആണെങ്കിൽ 15 കോളേജ്. അതിൽ ഒരു കോളേജ് SC/ST വിദ്യാർത്ഥികൾക്കും ബാക്കിയുള്ള 14 കോളേജിലെ
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിലേക്കാണ് അപേക്ഷ നൽകാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് അപേക്ഷാ ഫോറം ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അപേക്ഷാ ഫോറം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ ടിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഏതെങ്കിലും ഒന്ന് മാത്രം ടിക്ക് ചെയ്യുക. ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ SC/ST ആശ്രമം കൊല്ലം, അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള SC/ST വിദ്യാർത്ഥികൾക്ക് അവിടെ കൂടി ഓപ്ഷൻ വെക്കാനുള്ള സൗകര്യമുണ്ട്. ബാക്കിയുള്ളവർ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ചാനലിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫില്ല് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ചലാൻ, അതായത് ചലാൻ വഴി ട്രഷറി വഴി അടച്ചതിൻ്റെ ആ ഒരു ചലാൻ റെസിപ്റ്റും അതുപോലെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് കൂടി നിങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു ജൂലൈ 6 വരെയാണ് ഇതിനുള്ള അപേക്ഷ നൽകാൻ സാധിക്കുക. ഇത് ANMൻ്റേതാണ്. അപ്പോൾ ANMൻ്റെ അപേക്ഷാ ഫോറം ഇതാണ്. ജസ്റ്റ് ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രോസ്പെക്ടസ് നിങ്ങളുടെ യോഗ്യതകൾ, അഡ്മിഷൻ അതുപോലുള്ള മറ്റ് ഡീറ്റെയിൽസുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അതായത് ഏതൊക്കെ തരത്തിലാണ് യോഗ്യത, എന്തൊക്കെയാണ് റിസർവേഷൻ, എത്ര തരത്തിലാണ് റിസർവേഷൻ എന്നിങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്രോസ്പെക്ടസ് നോക്കുക. കാരണം 36ഓളം പേജുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അത് വിവരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ എന്നിരുന്നാലും നിങ്ങളുടെ അപേക്ഷ ഈ ഒരു ജൂലൈ 6 നിങ്ങളുടെ അപേക്ഷ ഈ ഒരു അഡ്രസ്സിലേക്ക് അയക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ പ്രോസ്പെക്ടസ്, അത് നിങ്ങൾ GNM ആയാലും ANM ആയാലും നിങ്ങൾ ഏതിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അയച്ച് നൽകേണ്ട ആ ഒരു അഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അഡ്രസ്സ്, അതായത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തത് മാറിപ്പോയി. അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ പ്രോസ്പെക്ടസ് എന്ന് കാണാം, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഏതാണ് ആ ഒരു സ്കൂളിൻ്റെയും അഡ്രസ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ആ ഒരു സ്കൂളിൻ്റെ അയക്കേണ്ട അഡ്രസ്സ് നൽകിയിട്ടുണ്ട്. അതേപോലെ അയക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അയക്കുന്ന സമയത്ത് നിങ്ങൾ അയക്കുന്ന ആ ഒരു ലെറ്ററിൻ്റെ, അതായത് ആ അയക്കുന്ന കത്തിൻ്റെ കവർ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കവറിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങൾ ഈ ഒരു, അതായത് 2024 GNM കോഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ, അതായത് ജസ്റ്റ് അതിൽ എഴുതണം. അത് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. അതായത് നിങ്ങൾ അയക്കുന്ന കവറിൻ്റെ മുകൾ ഭാഗത്ത് 2024 GNM കോഴ്സിനുള്ള അപേക്ഷ എന്ന്, അതുപോലെ താഴെ ഇടതുഭാഗത്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ മേൽവിലാസവും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ഇത് GNM ആണെങ്കിൽ 2024 GNM കോഴ്സിനുള്ള അപേക്ഷ എന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ ANMൻ്റേത് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു കവറിൽ 2024 ANM കോഴ്സിനുള്ള അപേക്ഷ എന്നും താഴെ നിങ്ങളുടെ പേരും മേൽവിലാസവും എഴുതണം. ഇത് GNM ആയതുകൊണ്ട് GNM കോഴ്സിനുള്ള അപേക്ഷ എന്ന് എഴുതുക. അതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒന്നിലധികം ജില്ലകളിലേക്ക് അപേക്ഷിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിച്ചാൽ നിങ്ങളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കും. എന്നാൽ ആശ്രമം SC/ST നഴ്സിംഗ് സ്കൂളിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിൽ കൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അപേക്ഷയോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ വെക്കണം എന്നുള്ള ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.